PSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ഒക്ടോബറിൽ നടന്ന ഖാദി ബോർഡ് LDC സ്റ്റേജ് 1 ക്വസ്റ്റ്യനിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇതിൻ്റെ ആദ്യ ക്ലാസ്സുകളുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ബാക്കി ചോദ്യങ്ങളിലേക്ക് കടക്കാം. അടുത്ത 33ാമത്തെ ചോദ്യമാണ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ, ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ സി പണ്ഡിറ്റ് KP കറുപ്പൻ, ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെക്കുറിച്ചുള്ള പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ, പത്തനംതിട്ട. PRDSൻ്റെ രക്ഷാധികാരി കുമാരഗുരുദേവൻ. PRDSൻ്റെ മുഖപത്രം ആദിയാർ ദീപം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം യോഹന്നാൻ അറിയപ്പെടുന്ന പേരുകൾ പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ. ഇതിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ എന്നുള്ളത് നിരന്തരം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ ഇരവിപേരൂർ പത്തനംതിട്ട ജില്ലയിലാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷവും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒന്നുകൂടി നോക്കാം. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം 1909. ഇതിൻ്റെ ആസ്ഥാനം ഇരവിപേരൂർ, പത്തനംതിട്ട. ഇതിൻ്റെ രക്ഷാധികാരി കുമാരഗുരുദേവൻ. ഇതിൻ്റെ മുഖപത്രം ആദിയാർ ദീപം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം യോഹന്നാൻ അറിയപ്പെടുന്ന പേരുകൾ പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ. 1917 വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം. വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട് ഈ ആത്മവിദ്യാ സംഘം നിരവധി തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകനാര്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിക്കപ്പെട്ട വർഷമേത്? 1917. അരയ സമാജ സ്ഥാപകനാര്? പണ്ഡിറ്റ് കറുപ്പൻ. ഇത് നിരവധി തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അരയ സമാജത്തിൻ്റെ സ്ഥാപകനാര്? പണ്ഡിറ്റ് കറുപ്പൻ. 1917 സഹോദര സംഘം സ്ഥാപിച്ചതാര്? സഹോദരൻ അയ്യപ്പൻ. സഹോദര സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം ജാതി നശീകരണം. സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ചെറായിയിൽ ആരംഭിച്ച സംഘടന വിദ്യാപോഷിണി. ഒന്നുകൂടി നോക്കാം. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ 1917. സഹോദര സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം ജാതി നശീകരണം. സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ചെറായിയിൽ ആരംഭിച്ച സംഘടനയാണ് വിദ്യാപോഷിണി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. 34ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി, ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ സി ബദറുദ്ദീൻ തൊയാബ്ജി, ഓപ്ഷൻ ഡി ഫിറോസ് ഷാ മേത്ത. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. അദ്ദേഹമാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ചത്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു, ഓപ്ഷൻ ഡി C രാജഗോപാലാചാരി. ഈ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ തന്നെ 2 ഓപ്ഷൻ നമുക്ക് ആദ്യമേ തന്നെ മാറ്റാം. കാരണം ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ടില്ലെന്ന് ചരിത്രം പഠിച്ചവർക്കറിയാം. അതുകൊണ്ട് അത് ആദ്യമേ തന്നെ മാറ്റാം. പിന്നെ കൺഫ്യൂഷൻ വരാൻ സാധ്യത മൗണ്ട് ബാറ്റൻ പ്രഭുവും C രാജഗോപാലാചാരിയും ആയിട്ടാണ്. അപ്പോൾ അവരെയും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാം. മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ പ്രത്യേകത ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ് അദ്ദേഹം. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെന്നാണ്. ഇതിൻ്റെ ശരിയുത്തരം മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അപ്പം മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ പ്രത്യേകത എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ്. കേൾക്കുക, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ്.
ഇദ്ദേഹത്തിന് ശേഷം ഗവർണർ ജനറൽ ആകുന്നത് സി രാജഗോപാലാചാരിയാണ്. എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി. ഇതിൻ്റെ വ്യത്യാസം നന്നായി മനസ്സിലാക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ആ പദവി അവിടെ അവസാനിച്ചു. പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അപ്പോൾ ഈ രണ്ട് പദവികളും ഇദ്ദേഹത്തിന് സ്വന്തമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലും മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്